കശ്മീരിലൊക്കെ ഇതിന് മാത്രം എന്താ ഈ സമയത്ത് കാണാനുള്ളത്? ഈ സമയത്ത് എന്താ ഇവിടെ ഇല്ലാത്തത്? കാരണം ഓരോ സമയവും ഓരോ സീസണും ഓരോ പോലെ വ്യത്യസ്തമാണ് കശ്മീരിൽ. നമ്മളിപ്പോൾ ഉള്ളത് സോനമർഗിലേക്കുള്ള യാത്രയിലാണ്. എന്താ ഭംഗിലേ! എവിടെ നോക്കിക്കഴിഞ്ഞാലും അടിപൊളി പ്രകൃതി രമണീയത. 80 കിലോമീറ്റർ ആണ് ശ്രീനഗറിലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കശ്മീരിലെ ഈ ഒരു സോനമർഗിലേക്കുള്ള ദൂരം. ഈ ഒരു സമയം സോനമർഗിലെ മെയിൻ പോയിന്റ് വരെ തന്നെ വണ്ടി എത്തും. പീക്ക് വിന്ററിലാണ് നമ്മൾ വരുന്നതെങ്കിൽ താഴെ ഒരു 30 കിലോമീറ്റർ താഴെ വണ്ടി സ്റ്റോപ്പ് ആവും. പിന്നെ അവിടെ നമ്മൾ ചെയിനിട്ട വണ്ടി പോരണം. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോനമർഗിൽ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്ന് താജിവാസി ഗ്ലേഷ്യറിലേക്ക് നമുക്ക് കോഡ് എടുത്തിട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ 0 പോയിന്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ താജിവാസി ഗ്ലേഷ്യറിലേക്ക് പോവുകയാണെങ്കിൽ ബജ്രംഗി ഭായ്ജാൻ ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒന്നുകിൽ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ നടന്നു കയറാം, അല്ലെങ്കിൽ കുതിര എടുത്തിട്ട് പോവാം. നമ്മൾ കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 700 രൂപ മുതൽ 1000 രൂപ വരെ മാക്സിമം ഒരു കുതിരക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ താജിവാസി ഗ്ലേഷ്യറിലേക്ക് അവർ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് വരും. അപ്പ് ആൻഡ് ഡൗണിന്റെ റേറ്റ് ആണ് 700 to 1000 രൂപ എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ പൈസ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ 0 പോയിന്റിലേക്ക് പോകാനാണ്. 0 പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോനമർഗ് ടൗണിൽ നിന്ന് നമുക്ക് 36 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ നമ്മൾ ഷെയർ ടാക്സി എടുത്തിട്ട് പോകണം. ടവേര, സുമോ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും. ഒരു വണ്ടിക്ക് 2500 രൂപ മുതൽ മാക്സിമം 3500 രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. അതും ഒരു വണ്ടിയിൽ 8 പേര് 9 പേരൊക്കെ പോകും. പിന്നെ താജിവാസി ഗ്ലേഷ്യറിലേക്കാണെങ്കിലും 0 പോയിന്റിലേക്കാണെങ്കിലും നമ്മളെ കയ്യിൽ കുറച്ച് ഫുഡ്, മെഡിസിൻ കാര്യങ്ങളൊക്കെ എന്തായാലും കയ്യിൽ വെക്കുക. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള മെഡിസിനെ കയ്യിൽ വെക്കുക. അപ്പൊ കശ്മീരിൽ വരുന്ന സമയത്ത് സോനമർഗ് മറക്കണ്ട.